നമസ്കാരം. എൻ്റെ പേര് പ്രകാശ്. ആലപ്പുഴയാണ് സ്ഥലം. കൃഷ്ണനും പാമയും ലക്ഷ്മി ദേവി, അന്ന് കൃഷ്ണൻ്റെ കൊട്ടാരത്തിൽ അത് പാമ ഭാര്യയാണ്, ലക്ഷ്മി ദേവി ഭാര്യയാണ്. ഇവർ രണ്ടുപേരും കൂടെ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും ഒരു സംശയം, ആർക്കാണ് ഏറ്റവും കൂടുതൽ പാതിവൃത്യമുള്ളത്, ഭക്തിയുള്ളത് ആർക്കാണ്? അപ്പോൾ പാമ പറഞ്ഞു എനിക്കാണ്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു അതല്ല, എനിക്കാണ്. നിന്നിൽ കൂടുതൽ പാതിവൃത്യവും ഭക്തിയും ഭഗവാനോടുള്ളത് എനിക്കാണ്, അതുകൊണ്ട് എനിക്കാണ് കൂടുതൽ ശക്തി, അങ്ങേർക്ക് എന്നോടാണ് കൂടുതൽ സ്നേഹം. രണ്ടുപേരും അങ്ങ് വഴക്കായി. ഉടനെ കൃഷ്ണൻ വന്നു. എന്താ സംഭവം? ഇതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു തട്ടിലിരിക്കാം, ഒരു തട്ടിൽ നിന്ന് പാമയോ അല്ലെ ലക്ഷ്മിയോ ഒരു തട്ടിലിരിക്കും, ഒരു ത്ലാശ ഉണ്ടാക്കി തട്ടിലിരിക്കും. ഇത് ത്ലാശ നേരെ ആകണമെങ്കിൽ പാതിവൃത്യമുള്ളതും സ്നേഹവും ബഹുമാനവും ഉള്ളത് അവർക്കാണ്, താന്നിരിക്കുകയാണെങ്കിൽ അതില്ല. എന്ത് പറയുന്നു ചോദിച്ചു. രണ്ടുപേരും സമ്മതിച്ചു. അങ്ങനെ ത്ലാശ എടുത്തു. ഭഗവാൻ കൃഷ്ണൻ കയറി അവിടെ ഇരുന്ന്. അപ്പോൾ പാമ കയറിയിരുന്നു. ഞാൻ കയറിയിരിക്കാൻ പറഞ്ഞു. രണ്ടുപേരും ഇവിടെ അല്ല, ആരെങ്കിലും ഒരാൾ കയറി ഇരുന്നിട്ടും ഭഗവാൻ പൊങ്ങിയിരിക്കുന്നതല്ലാതെ മുകളിലേക്ക് വരുന്നില്ല. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് വരുന്നില്ല. പാമ എന്ത് ചെയ്യുന്നറിയാം, പോയി കുറേ സ്വർണ്ണങ്ങളൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് പൊങ്ങട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഭഗവാൻ ഒന്നും താഴ്ന്നു കിടക്കുക. അപ്പോൾ അത് ഇങ്ങനെ പൊങ്ങിക്കിട്ടും, സമമാകുന്നില്ല. ഉടനെ ആകെ വിഷമിച്ച് പാമ ഇറങ്ങി. ലക്ഷ്മി ദേവി കയറി. ലക്ഷ്മി ദേവി കയറി ഇരുന്നിട്ടും ഭഗവാൻ ആ താഴ്ത്തിരിക്കുന്നതല്ലാതെ ഈ ത്ലാശ മുകളിലേക്ക് പോകുന്നില്ല, സമമാകുന്നുമില്ല. ഇതെന്താ സംഭവം? രണ്ടുപേർക്കും ഭക്തിയും സ്നേഹവും ബഹുമാനവും അതുപോലെ പാതിവൃത്യവും ഇല്ലെന്നാണ് അങ്ങയോട്. പിന്നെ ആർക്കാ ഉള്ളത് ഈ ലോകത്ത്? അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരാണുള്ളത്? അപ്പം ഞങ്ങൾ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ സമയം? കൃഷ്ണനൊന്നും മിണ്ടുന്നില്ല. കൃഷ്ണൻ ഉടനെ പോയിട്ട് അവിടെ മുറ്റത്ത് എപ്പോഴും വെള്ളമൊഴിച്ച് കൊടുത്ത് പരിപാലിക്കുന്ന ഒരു ചെടി അവിടെ നിൽപ്പുണ്ട്. നല്ല കൃഷ്ണവർണ്ണമുള്ള ഒരു ചെടി, അത് കാണാൻ തന്നെ നല്ല രസമാണ്. അതിൻ്റെ കുറച്ച് കൂമ്പ് ഇങ്ങനെ എടുത്തിട്ട് വന്നിട്ട് ലക്ഷ്മിദേവിയെ കൊടുത്തിട്ട് പറഞ്ഞ് ഞാനിരിക്കാം, ആ ത്ലാശയിൽ വയ്ക്കാൻ പറഞ്ഞു. ഇതോ വയ്ക്കാനോ? ആ വയ്ക്കേ ആണോ പറഞ്ഞു. വെച്ചപ്പോൾ തന്നെ അതൊന്ന് പൊങ്ങി ഭഗവാന് നേരെ സമമായി. ചേട്ടാ ഇതെന്തൊരു അതിശയം! ഈ ഒരു ചെടി അവിടെ വെച്ചപ്പോൾ തന്നെ ഭഗവാന്റെ നേരെ വന്ന് പൊങ്ങി നിന്നു, രണ്ടും ഒരുപോലെ ആയി. അപ്പോൾ ഇത്രയ്ക്ക് ഈ ചെടിയുടെ ഗുണം എന്താണ്, ഇത്രയ്ക്ക് ശക്തി എന്താണ് ഈ ചെടിക്കുള്ളത്? ഭഗവാനൊന്നും മിണ്ടിയില്ല. ഉടനെ ശരി ഞാൻ ഇറങ്ങാമല്ലോ, ഇറങ്ങാം. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. രണ്ടുപേരും മനസ്പ്രയാസത്തിൽ അങ്ങ് മാറുന്നു. ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ ഇതെന്താണ് അതിൻ്റെ അതിശയം, കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. ശരി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ശകടാസുരൻ എന്ന് പറഞ്ഞ ഒരു രാക്ഷസനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എപ്പോഴും ദേവന്മാരോടാണ്. പണ്ട് ദേവന്മാരും അസുരന്മാരും ഒക്കെ ആയിട്ട് യുദ്ധമാണല്ലോ. യുദ്ധം തുടങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ശകടാസുരൻ്റെ ഒരു മകൾ ജനിച്ചു, ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിയുടെ അമ്മ വിഷ്ണു ഭക്തയാണ്, എപ്പോഴും കൃഷ്ണ 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 എന്ന് പറഞ്ഞിരിക്കും. ഇത് ശകടാസുരനെ രാക്ഷസ രാജാവിന് ഇതറിയില്ല. കുട്ടി വലുതായി കുറച്ചൊക്കെ വലുതായപ്പോൾ കുട്ടിക്കൊരു കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം കൊടുത്തിട്ട് പറഞ്ഞു, കൃഷ്ണൻ അങ്ങനെയാണ്, കൃഷ്ണൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഉടനെ കുട്ടി പറഞ്ഞ് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റും അങ്ങേ. പിന്നെന്താ, നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റും, നീ അങ്ങനെ എപ്പോഴും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നീ കൊണ്ടുവരുന്നു, നിനക്കത് സാധിക്കും, അത് നിൻ്റെ കഴിവാണ്. അപ്പോൾ പിന്നെ വലിയ സന്തോഷമായി. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ലോകശക്തിയാണെന്നും അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് സുന്ദരനാണെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ കൊച്ചിന് വലിയ സന്തോഷം. അങ്ങനെ കൊച്ചിങ്ങനെ നടന്ന് ഒരു ദിവസം ശകടാസുരൻ വന്നപ്പോൾ ഈ കൊച്ചിതും കൊണ്ട് കളിക്കുന്നു. കൊച്ചല്ല, പ്രായം തികഞ്ഞ് വേണം കളിക്കുന്നു. ഉടനെ അവിടെ പ്രശ്നമായി, ഇവിടെ എടുത്ത് മുറിക്കത്തിട്ട് പൂട്ടി അതങ്ങ് അടിച്ച് പൊട്ടിച്ചുള്ളൂ. ഈ വിഗ്രഹം അടിച്ച് പൊട്ടിച്ചുള്ളത്. അപ്പോൾ അമ്മ ഭയങ്കര കരച്ചില്ല, അമ്മേനെയും തല്ലി അമ്മ അങ്ങ് പോവുകയും ചെയ്തു. ഇവിടെ മുറിക്കത്തിട്ട് പൂട്ടി. അവളവിടെ നിന്ന് കരച്ചിൽ. ഇയാളങ്ങ് പോയ പ്രശ്നമില്ലെന്ന്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് നോക്കുമ്പോൾ ഈ വിഗ്രഹം ആ കൊച്ചിൻ്റെ അടുക്കയിലിരിക്കുന്നു, ഈ പെൺകുട്ടിയുടെ അടുക്കയിലിരിക്കുന്നു. പുറത്ത് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞ് സാധനൻ്റെ അകത്ത് വന്ന് വിഗ്രഹമായിട്ടിരിക്കുന്നു. ഉടനെ കെട്ടിപ്പിടിച്ച് ചുമ്മാ വെച്ച് കരച്ചിലൊക്കെ മാറി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇയാൾ പിന്നെയും മനസ്സിലാക്കി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. എപ്പോഴും കൃഷ്ണ കൃഷ്ണ കൃഷ്ണൻ ആരാണ്, കപടസന്യ അങ്ങനെ പലതും പറഞ്ഞു. ഞാനാണ്, എന്നിൽ കഴിഞ്ഞ് വേറെ ആരും ഇല്ല ലോകത്ത്, അതുകൊണ്ടിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ അങ്ങനെ ഇരിക്കട്ടെ പറഞ്ഞു. അപ്പം അങ്ങനെ നിന്ന് ഉടനെ തന്നെ ജലന്ധരൻ എന്ന് പറഞ്ഞൊരു രാക്ഷസനുണ്ട്. ആ രാക്ഷസന് കല്യാണം കഴിച്ചു കൊടുത്തു ഈ പെണ്ണിന്. അപ്പോൾ ഭയങ്കര കരച്ചിലും ബഹളമായി, കാരണം ഇഷ്ടമില്ലാത്തൊരു കല്യാണമാണ്. പക്ഷേ അച്ഛനാണ് പറഞ്ഞത്, കല്യാണം കഴിച്ചു കൊടുത്ത്
അപ്പോൾ അയാൾ ഇതുപോലെ യുദ്ധത്തിന് പോകുന്ന ആളാണ്. യുദ്ധത്തിന് പോകുമ്പോൾ ഈ കൊച്ചെന്തെയും ഈ പെൺകുട്ടി ആ വിഗ്രഹം ഒരു മുറിക്കകത്ത് വെച്ച് നിലവിളക്ക് വെച്ച് എപ്പോഴും പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ഭഗവാനെ എൻ്റെ ഭർത്താവിനൊന്നും വരില്ലേ, ഭർത്താവ് തിരിച്ചു വരണേ. കാരണം വിവാഹം കഴിച്ചില്ലേ, വിവാഹം കഴിച്ചാൽ പിന്നെ ഭർത്താവായില്ലേ, പാതിവൃത്യം ഉണ്ടല്ലോ, ഭർത്താവായതുകൊണ്ട് അങ്ങർക്ക് വേണ്ടിയിട്ട് ഭയങ്കര പ്രാർത്ഥന നടത്തി. പ്രാർത്ഥിച്ച് അങ്ങനെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ട് പോയി, മാസങ്ങളുമായി. എന്നിട്ടും ഭഗവാൻ വരുന്നില്ല. എന്നേടെ ഇവിടെ അവിടെ അതിനകത്തിരുന്ന് ഭയങ്കര പ്രാർത്ഥനയാണ്. ഒരു ദിവസം നോക്കിയപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞ് മഹാവിഷ്ണുവിനോട് പറഞ്ഞു, ഭഗവാനെ ഇത് യുദ്ധം ജയിക്കുന്നില്ല, എല്ലാം ജയിക്കുന്നതെല്ലാം രാക്ഷസന്മാർ. ഇതിൻ്റെ കാര്യം എന്താണ്? ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? നമ്മളെല്ലാം മരിച്ചു വരികയാണല്ലോ. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, സാരയില്ല, ഇതിനൊക്കെ ഒരു വഴിയുണ്ടാക്കാം, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. ഉടനെ ശിവനെ വിളിച്ച് മഹാവിഷ്ണു പറഞ്ഞ തന്നെ വേഷം മാറി ഇവിടെ വന്ന് ജലന്ധരൻ്റെ വീട്ടിൽ വന്ന് സന്ധ്യ സമയത്ത് അവിടെ വന്ന് നിന്ന് ഉടനെ ഇതിൻ്റെ പേര് തുളസി എന്നാണ് കേട്ടോ. ഈ പെൺകുച്ചിയുടെ പേര് തുളസി, ഞാനത് പറയാൻ പറഞ്ഞു. പെൺകുച്ചിയുടെ തുളസി എന്നാണ് പേര്. ആ തുളസി തിരിഞ്ഞ് നോക്കുമ്പോൾ ഭർത്താവ് അവിടെ വന്ന് നിൽക്കുന്നു. ഉടനെ സന്തോഷമായി, കാരണം ഭർത്താവല്ലേ വന്നിരിക്കുന്നത്, എൻ്റെ ജീവനായ ഭർത്താവാണെന്ന് അറിയാം. ഇപ്പം ഇങ്ങനെയല്ല, വേറെ ഒരു ഭർത്താവില്ല. അപ്പോൾ ഭർത്താവ് വന്നിട്ട് യുദ്ധം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. വളരെ സന്തോഷമായി കയറി വന്ന് കെട്ടിപ്പിടിച്ച് തപ്പിയൊക്കെ നമുക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു എന്തോ ഒരു സംശയം തോന്നി. ഉടനെ പുറകിലേക്ക് നോക്കി. പുറകിൽ നോക്കിയപ്പോൾ മുറിക്കകത്തുള്ള വിളക്കുകളെല്ലാം അണഞ്ഞിരിക്കുന്നു. അണയുന്നത് തന്നെയല്ല, വിളക്കുകളെല്ലാം മറിഞ്ഞു കിടക്കുന്നു. ചട്ടെന്ന് മാറി നിന്ന് നോക്കിയപ്പോൾ ഭർത്താവ് തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, അനങ്ങുന്നില്ല. ഇതെന്തൊരു... ഉടനെ തുളസി ചോദിച്ച്, ആരാണ്? സത്യം പറയണം, ആരാണ്? ഞാൻ പാതിവൃത്തിയുള്ള ഒരു സ്ത്രീയാണ്, ആരാണ് സത്യം പറയുന്നത്? ഉടനെ ഭഗവാൻ പ്രശ്നം വേഷം മാറി ഭഗവാൻ കൃഷ്ണനായി എന്നപ്പോൾ ഉടനെ വളരെ വിഷമമായി. അങ്ങ് എന്നെ ചതിക്കുകയായിരുന്നു ചെയ്തല്ലേ, അങ്ങേ ഞാൻ വിവാഹം കഴിക്കണമെന്ന് നമ്മൾ ജീവിച്ചിരുന്നതാണ്. പക്ഷെ അത് പറ്റിയില്ല. പിന്നെ വരുന്ന ആളാണ് എൻ്റെ ജീവൻ, എൻ്റെ ദൈവം. അപ്പം അങ്ങേരെ വേഷം മാറി വന്ന് അങ്ങ് എന്നെ ചതിക്കുകയായിരുന്നു, ഈ പാതിവൃത്തുകളെ എന്നെ. ഉടനെ ഇവള് ശപിക്കും. എന്നെപ്പോലെ തന്നെ ഇനി വരുന്നൊരു സന്ദർഭങ്ങളിൽ ഭാര്യനെ ഉപേക്ഷിച്ച് അങ്ങേര് മരണവേദന അനുഭവിക്കട്ടെ കൃഷ്ണ എന്നും പറഞ്ഞ് ശാപിച്ചു കഴിഞ്ഞ് അങ്ങ് പോവുകയും ചെയ്തു. ഉടനെ ഇവള് പറയും, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് ചിത കൂട്ടി ചിതയ്ക്കകത്ത് ചാടുകയാണ്. ചിതയ്ക്കകത്ത് ചാടിയപ്പോൾ അങ്ങ് കത്തി വരികയാണ്. അപ്പോൾ ദേവന്മാരെല്ലാവരും വന്ന് ഈ ചിത ഭസ്മം താഴ്ത്ത് പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ചിത ഭസ്മം എടുത്ത് ബ്രഹ്മ മഹാവിഷ്ണു അവരൊക്കെ ഇരുന്ന് ഇത് എന്ത് ചെയ്യുന്നു, താഴ്ത്തിടാൻ പാടില്ല. അത്രയ്ക്ക് പാതിവൃത്തിയുള്ളൊരു സ്ത്രീയാണ് ഇവള് വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. ഇവൾക്ക് ആരുടെ അനുഗ്രഹം വേണ്ട, പക്ഷെ അത്രയ്ക്ക് പാതിവൃത്തിയുള്ളൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം താഴ്ത്തിടാൻ പാടില്ല. ഇപ്പം എന്താ ചെയ്യുക? ഉടനെ കൃഷ്ണൻ പറഞ്ഞാൽ അതിന് വഴിയുണ്ട്. ഉടനെ ഒരു ചെടിയാക്കി കൃഷ്ണ തുളസി. അതാണ് കൃഷ്ണ തുളസി എന്ന് പേര് കിട്ടാൻ കാരണം. ഇത് ഏത് വീടിൻ്റെ വാതിക്ക് നിൽക്കുന്നോ ആ വാതിക്കയെ വെച്ചാണ് വെക്കുന്നത്. വെക്കിച്ചു കഴിഞ്ഞാൽ നമ്മൾ 7 പ്രാവശ്യം വലം വെച്ച് തൊഴുതാൽ വിവാഹം കഴിക്കാത്തവരുടെ വിവാഹം നടക്കുമെന്നും പാതിവൃത്യം കാത്തു സൂക്ഷിക്കാൻ പറ്റുമെന്നും എന്നൊന്നൊരു വരം കൊടുത്തു. അതാണ് കൃഷ്ണ തുളസി. അപ്പോൾ അത്രയും ശക്തിയാണ്. അപ്പോൾ ഈ ഭാമയിലുണ്ടല്ലോ, ഉടനെ ഭാമയുടെയാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ശക്തിയാണ് ഇപ്പം കണ്ടത്. അത്രയ്ക്ക് പാതിവൃത്യം. അപ്പം ഇത്രയ്ക്ക് പാതിവൃത്യം ഒരു പെണ്ണായിരുന്നു അവൾ. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ശക്തിയാണ് അവിടെ കണ്ടത്. അത് ശരി. അപ്പം അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ തുളസി എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്.